കുട്ടനാടിന്റെ കാർഷിക ശോഭ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു കുട്ടനാട് പാക്കേജിന്റെ ലക്ഷ്യം. കാർഷിക വിദഗ്ധൻ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ തയ്യാറാക്കിയ പാക്കേജിൽ 1840 കോടി രൂപയുടെ പ്രവൃത്തികളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3500 കോടിയിലേക്ക് എത്തി. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പാക്കേജ് അനന്തമായി നീണ്ടു. ഇതോടെയാണ് പാക്കേജിലൂടെ കുട്ടനാടിന്റെ പാരമ്പര്യം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷ കരിഞ്ഞുണങ്ങിയത്. കുട്ടനാടിന് വേണ്ടി തയ്യാറാക്കിയ പാക്കേജിൽ കോട്ടയത്തിന്റെ വടക്കൻ മേഖല വരെ ഇടം പിടിച്ചതോടെ കേന്ദ്ര സർക്കാരും ഇണഞ്ഞു. ഒപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രേഖ കൃത്യമായി സമർപ്പിക്കാത്തതും പ്രതിസന്ധി ഉണ്ടാക്കി. അവസാനം 397 പ്രവൃത്തികൾക്ക് ടെൻഡർ ക്ഷണിച്ചെങ്കിലും 80 എണ്ണത്തിന് മാത്രമാണ് കരാറുകൾ ലഭിച്ചത്. ഇതിൽ 65 എണ്ണത്തിന്റെ മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നു. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പാക്കേജിലെ 65 പ്രവൃത്തികളുടെ ചിലവ് സംസ്ഥാനം വഹിക്കേണ്ടി വരും. ഇതോടെയാണ് മാർച്ച് 31-നുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാനം അന്ത്യശാസനം നൽകിയത്. ചുരുക്കത്തിൽ മാർച്ച് 31-ന് കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുമെന്ന് വ്യക്തം. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.